ഹായ് ഓൾ, വെൽക്കം ടു ഹനാമി ക്രിയേഷൻസ്. ഇവിടെ ജപ്പാനിൽ ഇപ്പോൾ വിൻ്റർ ഓൾമോസ്റ്റ് കഴിഞ്ഞതുകൊണ്ട് മിക്ക ഷോപ്സിലും ക്ലിയറൻസ് സെയിലൊക്കെ നടക്കുന്നുണ്ടാവും. ഈ ഒരു ടൈമിൽ നമ്മൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്താൽ ഡ്രസ്സിൻ്റെ ഒറിജിനൽ പ്രൈസിൻ്റെ ഹാഫ് റേറ്റിന് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഷോപ്പിംഗ് ഡേ ആണ് ഞങ്ങൾക്ക് ഇന്ന്. ഒരു ഇന്ത്യൻ സ്റ്റോർ പോലത്തെ. ഇന്ത്യൻ ആണോ? ഇന്ത്യൻ ഓർ നേപ്പാളി? ആ, ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്. ശരിയാണല്ലോ. ഗണപതി ഇത് ചെരുപ്പ്. ഗണപതി എവിടെ? ആ, നമ്മൾ ഇതുവരെ കണ്ടില്ലല്ലോ. 3800 ചെരുപ്പിന്. കാണാനും കൊള്ളാല്ലേ? എത്രയാന്ന് കാണുന്നില്ല കേട്ടോ. അതേലില്ല. 6820. 6000-ക്കുള്ള ലുക്ക് പോലും ഇല്ല. നോക്ക്. നല്ല രസമുണ്ട്. പക്ഷേ അല്ലേ, നല്ല രസമില്ലേ കാണാൻ? പക്ഷെ 3500 കൊടുത്തിട്ട് മേടിക്കാനുള്ള ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഈ 6380 ആണ്, 3500 അല്ല. അല്ല, ഇനി ഇത് നോക്കിയില്ല. അതില് ഇവിടെ കിടക്കണ ഇങ്ങോട്ട് നോക്കും. 3200 ഇവിടെ കിടക്കണം. അപ്പൊ ഞാൻ ഇതെല്ലാം 3200. പക്ഷെ ഈ ഒരു പാന്റിന് 6000 കൊടുത്തിട്ട് മേടിക്കാന്ന് പറഞ്ഞാൽ നഷ്ടല്ലേ? കാരണം നാട്ടിലിപ്പോൾ ഇങ്ങനെ ഒരു പാൻറ്റിന് എത്ര രൂപയായിരിക്കും? കൂടി വന്ന് 1000 വരുമായിരിക്കും. 1000 ഉണ്ടോ അറിയില്ല. ഇങ്ങനത്തെ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഈ നമ്മുടെ പള്ളികളിലും ഈ അമ്പലങ്ങളിലൊക്കെ ചിന്തിക്കടയില്ല, നിങ്ങൾ എന്താ പറയുക? ചിന്തിക്കട എന്നാണോ പറയുക? ഞങ്ങള് ചിന്തിക്കട എന്ന് പറയും. പെട്ടിക്കടയല്ല, ഈ പള്ളിപ്പെരുന്നാളിനും അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ കാണൂലേ? 1000. നല്ല രസമുണ്ട് കേട്ടോ. മറ്റേ ടർക്കിയുടെ ഒക്കെ അങ്ങനത്തെ, ഈ ടർക്കിയിലെ ലാംബേല് കാണും ഇങ്ങനത്തെ വർക്ക്, അതുപോലെ ഉണ്ട്. ഇതെന്താണ് ആക്ച്വലി? മറ്റേ നെറ്റിപ്പട്ടം പോലത്തെ സാധനം. ശരിക്കും ഇവിടെ ജപ്പാനിൽ ഇന്ത്യൻസിന് പൊതുവെ ഡ്രസ്സ് എടുക്കാൻ വരുമ്പോൾ നമുക്കിങ്ങനെ വെറൈറ്റി കളേഴ്സ് ഒന്നും കിട്ടൂല. നമ്മളിങ്ങനെ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പം പച്ച, മഞ്ഞ, റെഡ് എല്ലാ കളറും കാണുമല്ലോ. അങ്ങനത്തെ കളേഴ്സ് ഇവിടെ കുറവാണ്. ഇവിടെ എപ്പോഴും ഒരു ക്രീം കളറ്, വൈറ്റ് കളർ, ആ വൈറ്റിൻ്റെ ഷെയ്ഡ്സ് അല്ലെ ബ്ലാക്ക് ഒക്കെ ഇവിടുത്തെ ഒരു ഷോപ്സിൽ കാണുന്നത്. പക്ഷേ ഈ ഷോപ്പിലോട്ട് കയറുമ്പോൾ ഇഷ്ടം പോലെ കളർ. നമ്മൾ നാട്ടിൽ ഏതൊരു ഷോപ്പിൽ കയറി ചെന്ന പോലെ, ഈ ഡൽഹി സൺഡേ മാർക്കറ്റൊക്കെ ഇല്ലേ, അവിടെയൊക്കെ വന്നിട്ട് കാണുന്ന പോലെയാണ് ഇപ്പോൾ ഈ ഷോപ്പിൽ കയറിയപ്പോഴത്തേനും കാണുന്നത്. പക്ഷേ എല്ലാത്തിനും കുറച്ച് റേറ്റ് കൂടുതലുണ്ട്. അത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു റേറ്റ്. പക്ഷെ അത്ര ക്വാളിറ്റി തൊട്ട് നോക്കുമ്പോൾ തോന്നുന്നില്ല. ഞങ്ങൾക്ക് ഡാൻസിനൊക്കെ പറ്റിയതാ സച്ചു. ഇതിങ്ങോട്ട് രാജസ്ഥാൻ ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റിയ അങ്ങനത്തെ അല്ലേ? നല്ല രസമില്ലേ കാണാൻ? റേറ്റ് കാണുമ്പോഴേ ഇത് കൊള്ളാം. അയ്യോ, 7400. ടാക്സോട് വരുമ്പോൾ 8140. അപ്പം അത്ര കൊള്ളൂല വെച്ചേക്കാം. എനിക്ക് പക്ഷെ ഇതൊക്കെ ഇഷ്ടമായി. അല്ലല്ലേ? അല്ല, 8000 നാട്ടില് 4000 രൂപ. പക്ഷെ ഇങ്ങനെ കളേഴ്സ് കുറേ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം, ഒരു കുളിര്. ഇതിന് 5000. വെറുതെ നമ്മളിവിടെ നിന്ന് സമയം കളയത്തുള്ളൂ. കാരണം ഇവിടെ നിന്ന് ഞാൻ ഒന്നും മേടിക്കുമെന്ന് തോന്നുന്നില്ല. ഈ ജാക്കറ്റിന് 18,000 ജാക്കറ്റാണിത്. കിമോണോയ്ക്ക് ഉണ്ട്, നല്ല കിമോണോയ്ക്ക് ഉണ്ട്. ഇതിന് 38,000. എൻ്റെ കയ്യിലിരിക്കുന്നതിന് 38,000 എന്ന് പറയുമ്പോൾ നാട്ടിലെ 20,000 രൂപയുടെ അടുത്ത് ഈ ജാക്കറ്റിന്. അതും ഈ ജാക്കറ്റിന്. ഈ ക്ലച്ചസ് ഒക്കെ കൊള്ളാം. വല്ല കല്യാണത്തിനൊക്കെ പോകുമ്പോ ഇങ്ങനെ ക്ലച്ചസ് വെച്ചിട്ട് അത് കൊള്ളാം അല്ലേ? 11,000. ഈ ഷോപ്പ് കാണാൻ ഞാൻ നന്നായി കണ്ടിട്ടിപ്പോ എന്തിന്.
അപ്പം നമുക്ക് നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന നമ്മുടെ ജിയോ, നമ്മുടെ യുണീക്ലൂവിലൊക്കെ പോയിട്ട് വരാം. ഈ സ്കേർട്ട് നല്ലൊരു ഓപ്ഷനായി കട ആക്ച്വലി. അതെ, അല്ല ശരിക്കും ഇത് കുറച്ച് ക്വാളിറ്റി വൈസ് നല്ലതാട്ടോ, നല്ല തുണി. പക്ഷെ 6000 നാട്ടിൽ ചിലപ്പോൾ 3000 ഒക്കെ കാണുമായിരിക്കും. അല്ലെങ്കിൽ ഇതെന്തെങ്കിലും പ്രത്യേകത കാണും, ഈ മെറ്റീരിയൽ ഇത് ചെയ്തിരിക്കണോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ. അതാണ് ആക്ച്വലി ഏതൊക്കെയോ സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള അവിടുത്തെ സ്പെഷ്യൽ. ഈ ഷോപ്പിൽ നിന്ന് ഇതിനകത്തോട്ട് ഇറങ്ങി വരുമ്പോഴേ ഇന്ത്യയിൽ നിന്ന് മറ്റേ ജപ്പാനിലോട്ട് വന്നതുപോലെ അല്ലേ, നല്ലൊരു കളർഫുൾ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് പെട്ടെന്ന് കളറില്ലാത്തൊരു അറ്റ്മോസ്ഫിയറിലോട്ട് വന്നിട്ട്. ഇവിടെ വിൻ്റർ കഴിഞ്ഞിട്ട് സ്പ്രിങ് ആയിട്ടുണ്ട് നല്ല സ്പ്രിങ് ആകാൻ പോവുകയാണ്. അപ്പം നമ്മൾ കുറച്ച് സ്പ്രിങ് കളക്ഷൻസ് മേടിക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് പ്രൈസൊക്കെ ഓക്കെ ആണെങ്കിൽ മേടിക്കും. അപ്പം നമ്മൾ യൂഷ്വലി വരുന്ന ഒരു ഷോപ്പാണ് ഇവിടെ. GU, യുണീക്ലൂ ഒക്കെ ജപ്പാൻ്റെ കുറച്ച് ചീപ്പായിട്ട് നമുക്ക് ക്ലോത്ത്സ് എടുക്കാൻ പറ്റുന്ന ഷോപ്സാണ്. അല്ലാതെ നമുക്ക് ഇവിടെ ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്ന ഇവിടെ പേഷ്യസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട്. അവിടെയും കുറച്ച് ചീപ്പായിട്ട് നമുക്ക് ഡ്രസ്സ് മേടിക്കാൻ പറ്റും. അപ്പോൾ ജപ്പാൻ്റെ സുഡിയോ പോലത്തെ സുഡിയോ പിന്നെയും കുറച്ചുകൂടെ ചീപ്പാണ്. പക്ഷെ ഇതത്രയല്ല എങ്കിൽ പോലും കുറച്ചുകൂടെ ലോവർ പ്രൈസിൽ നമ്മുടെ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് കിട്ടും. പക്ഷേ ഇവിടെ ജപ്പാൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ വിൻ്റർ തീരാൻ പോണേ ഉള്ളൂ. ഇന്ന് വിൻ്റർ തീർന്നിട്ടില്ല. സ്പ്രിങ് ഓൾറെഡി ഓൺ ദ വേ ആണ്. പല സ്ഥലങ്ങളിൽ സക്കുറയൊക്കെ വന്നു. നമ്മുടെ ടോക്കിയോയിലൊക്കെ ഈ മാർച്ച് ലാസ്റ്റ് ആകുമ്പോഴത്തേനും ടോക്കിയോയിൽ സക്കുറ എത്തും. പക്ഷെ നമുക്കിപ്പോൾ വിൻ്ററിൻ്റെ എന്തെങ്കിലും ഒരു ഡ്രസ്സ് മേടിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു ഷോപ്പിലും കാണൂല. വിൻ്ററിൻ്റെ സാധനങ്ങളൊക്കെ ഇവരെടുത്ത് വെച്ചിട്ടുണ്ടാവും. സ്പ്രിങ് കളക്ഷൻസ് ആയിരിക്കും കൂടുതലുള്ളത്. അപ്പോൾ എന്തായാലും ഉള്ളത് എന്താണെന്ന് നോക്കാം. പിന്നെ ഓൾറെഡി വിൻ്റർ തീർന്നുകൊണ്ട് ചില ഷോപ്സിൽ വിൻ്ററിൻ്റെ ക്ലോത്ത്സ് സെയിലിനൊക്കെ ഇട്ടിട്ടുണ്ടാവും, ഹാഫ് പ്രൈസിനൊക്കെ ഇട്ടിട്ടുണ്ടാവും, നല്ല ക്ലോത്ത്സ് തന്നെ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ പോയിട്ട് അത് നോക്കിയിട്ട് മേടിച്ച് വെക്കാറുണ്ട് നെക്സ്റ്റ് വിൻ്ററിലേക്ക് വേണ്ടിയിട്ട്. നമ്മൾ വിൻ്റർ ആയിരിക്കുമ്പോൾ അത് മേടിക്കാൻ വരുമ്പോൾ 6000 എന്നൊക്കെ ഉള്ള ഐറ്റംസ് ആ വിൻ്റർ കഴിയുമ്പോൾ അതൊരു ക്ലിയറൻസ് സെയിൽ പോലെ 2000, 3000 ഹാഫ് റേറ്റിനൊക്കെ കാണും. അപ്പോൾ അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക. നമുക്ക് പോയി നോക്കാം, വാ. യുണീക്ലൂ നാട്ടിലും ഉണ്ട്, കേരളത്തിലുണ്ടോന്ന് അറിയില്ല. പക്ഷെ ഇന്ത്യയിൽ കുറേ സ്ഥലങ്ങളിൽ യുണീക്ലൂ ഉണ്ട്. ഇവിടെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് യുണീക്ലൂവിൻ്റെ ഒരു കസിൻ ഷോപ്പ് പോലത്തെയാണ് GU. അവിടെ നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റും. മിറർ ഇല്ല, ആ മിറർ ഇതെല്ലാം ഒരു ലൈറ്റ് ഷെയ്ഡ്സ് ആയിരിക്കും. പിന്നെ കളർ മാത്രമല്ല, ഇപ്പോൾ സച്ചുവിന് കുറച്ച് ഹൈറ്റ് ഉള്ള ഒരാളാണ്. അങ്ങനെ ഹൈറ്റ് ഉള്ളവർക്ക് പാൻസ് ആണെങ്കിലും അവരുടെ ഹൈറ്റിന് കിട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടെ ജപ്പാൻകാരൊരു ആവറേജ് ഹൈറ്റ് ഉള്ളവർ ഒരു മാക്സിമം 5.5 വരെയൊക്കെ ആയിരിക്കും. അതിനും ഹൈറ്റ് ഉള്ളവരുണ്ട്, പക്ഷെ അതൊക്കെ കുറച്ച് റെയർ അങ്ങനെയാണ്. കൂടുതൽ പേരും 5.5 ആ ഒരു റേഞ്ചിലാണ് ഹൈറ്റ് ഉള്ളത്. അപ്പോൾ അവരുടെ ഒരു റേഞ്ചിലായിരിക്കും ഇവിടുത്തെ പാൻസ് ഒക്കെ ഉള്ളത്. ഇപ്പം ആണുങ്ങൾക്കാണെങ്കിലും ഹൈറ്റ് ഉള്ളവർക്ക് ലെങ്ത് ഉള്ള പാൻറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏറ്റവും ബുദ്ധിമുട്ട് ഷൂസ് കിട്ടാൻ. അതെ, ഇതുണ്ട്. ഈ വിൻ്റർ മാറിയിട്ടില്ല, പക്ഷെ ഇതൊക്കെ ഓൾമോസ്റ്റ് സമ്മറിൻ്റെ പോലത്തെ ഡ്രസ്സുകളായിരിക്കണേ. നമുക്ക് പേഷ്യസിൽ പോയി നോക്കാം. ഈ ഷോപ്പിലെ ഗ്ലാസിൻ്റെ റേറ്റ് കാണിച്ചു തരാവേ. ഈ സാധാ ഒരു ഗ്ലാസ്സിന് 4000 ആണ്, 4000 എന്നാണ് റേറ്റ്. എവിടെ? ഇതോ? ഇതിന് 6000. ഇത് ലൈറ്റ് വെയിറ്റ് ഒന്നുമില്ല, ലൈറ്റ് വെയിറ്റ് ഗ്ലാസ് ആണ്. 6000 എന്നാണ്. ഈ ഷോപ്പിലെ അങ്ങനത്തെ എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര പ്രൈസിയാണ്. ഈ 2 ഗ്ലാസ്സിനൂടെ അല്ല, ഒരെണ്ണത്തിനാണ് ആ റേറ്റ്. താഴെ എവിടെ ഇരിക്കണേ? ഇത് കണ്ടോ, ഇതിനൊക്കെ 27,000. ഇതൊക്കെ ഈ ജപ്പാൻകാരുടെ എന്തോ ട്രഡീഷണൽ സംഭവമാണെന്ന് തോന്നുന്നു. എന്താ സംഭവം നമുക്കറിയില്ല. ഈ കപ്പിന് 6000 yen. ഈ ഷോപ്പിലെല്ലാം ഇങ്ങനത്തെ എല്ലാം കപ്പ്, പ്ലേറ്റ്, ബൗള് എല്ലാത്തിനും നല്ല റേറ്റാണ്.
എന്തേലും ഹൻസലിനൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. ആ പിന്നെ ആ ഷോപ്പിന്റെ പ്രൈസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ആ ഒരു ബാഗിൽ ഇത്ര വലിയ ക്യൂ നിൽക്കേണ്ടി വരും കേട്ടോ അവസാനം. അല്ല ഞാൻ വെറുതെ നോക്കാം. ഓ ഇത് ഈസ്റ്റർ എഗ്ഗാ. ഈസ്റ്റർ എഗ്ഗിന്റെ അവിടെ പിള്ളേരെ പറ്റിക്കാൻ ഈ എഗ്ഗും കൊണ്ട് വെച്ചിരിക്കണ്. വാ നമുക്ക് പോയിട്ട് നമ്മൾ വന്ന കാര്യം മറക്കുന്നു. നമ്മളല്ല ഞാൻ തെന്നി മറന്നു. എനിക്ക് ഷൂവും ഡ്രസ്സും ഒക്കെ കാണുമ്പോൾ എൻ്റെ വിഷയത്തിൽ നിന്ന് ഞാൻ തെന്നി മാറും. ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള അങ്ങനത്തെ കാണുമ്പോൾ. പക്ഷെ ഞാനിതൊന്നും നോക്കുക മാത്രമേ ഉള്ളൂ, ഞാൻ എടുക്കൂല കേട്ടോ. സച്ചു എന്നോട് പറയും ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കുമെന്ന് പറയും. പക്ഷെ ഞാനപ്പോൾ 10 പ്രാവശ്യം ആലോചിക്കും ഇത് എടുക്കണോ വേണ്ടയോ എന്ന്. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ എടുക്കാൻ പറയണത്. അങ്ങനത്തെ ഒരുപാട് പേര് കാണും. ഷോപ്പിംഗ് ഇഷ്ടമാണ്. ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ കയറിയിട്ട് കാർട്ടിൽ ഒരു ലോഡ് ഐറ്റംസ് എടുത്തിടും. പക്ഷെ എല്ലാം കാർട്ടിൽ തന്നെ കിടക്കും. എപ്പോഴെങ്കിലുമൊക്കെ കാർട്ടിൽ നമ്മൾ എടുക്കും, ചിലതൊക്കെ മേടിക്കും. പക്ഷെ എപ്പോഴും ഇങ്ങനെ കാർട്ടിൽ വെച്ചിട്ട് മേടിക്കണോ വേണ്ടയോ, അത് ഒന്നുകൂടെ പ്രൈസ് കുറയുമോ അങ്ങനെയൊക്കെ നോക്കിയിട്ട്. എനിക്ക് ശരിക്കും ഉണ്ടല്ലോ ഈ ഡ്രസ്സും അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒരുപാട് വിലയുടേത് മേടിക്കുന്നതിനേക്കാളും കുറച്ച് വിലയുടേത് ഒരുപാട് സാധനങ്ങൾ മേടിക്കുന്നതിനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇതൊന്നും നമ്മൾ ലൈഫ് ലോങ് എന്തായാലും യൂസ് ചെയ്യാൻ പോകുന്നില്ല. പോയ 1 ഇയർ അത് കഴിയുമ്പോൾ നമ്മളത് യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ റേറ്റിന് തന്നെ കുറേ ഐറ്റംസ് മേടിക്കാൻ പറ്റുവാണെങ്കിൽ അതാണല്ലോ നല്ലത്. ഇവിടുത്തെ ട്രയൽ റൂമിന് ലോക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ താഴെ ഇട്ടിരിക്കുന്ന ഷൂ ആണ് ഇവിടെ ആളുണ്ട് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതിനാണ് ഷൂസ് വെളിയിൽ ഊരിയിട്ടിട്ട് നമ്മൾ വരുന്നത്. ഈ ഷോപ്പ് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ഈ ഷോപ്പ് ഇടയ്ക്കിടയ്ക്ക് എക്സ്പ്ലോർ ചെയ്യുന്ന ഷോപ്പാണ്. പക്ഷേ ഇന്ന് കാര്യമായിട്ട് ഇതിനകത്ത് പരതിയിട്ട് സാധനങ്ങൾ എടുക്കാനുള്ള സമയമില്ല. പിള്ളേർ 2 പേരും വീട്ടിലുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പർച്ചേസ് കഴിഞ്ഞു. കേറി നോക്കിയിട്ട് പോയാലോ എന്തോ ഉള്ളെന്ന്. ഇവിടെ വരുമ്പോ ഈ ബട്ടറിന്റെ സ്മെൽ എന്നെ മാടി വിളിക്കുന്നതാ. അല്ലാതെ അതാ ഞാൻ പറഞ്ഞത്. നല്ല നമ്മൾ ജാപ്പനീസ് കറി റൈസ് ചെയ്തില്ലേ, ഈ ബണ്ണിനകത്ത് ആ കറി റൈസിന്റെ കറിയാണ് ഉള്ളത്. ഇവിടുത്തെ ബേക്കറികളുടെ ഒരു മെയിൻ പ്രശ്നമല്ല, നമ്മൾ ഇന്ത്യൻ എന്ന് പറഞ്ഞതിനേക്കാളും കേരളക്കാർക്ക് ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പൈസി ആയിട്ടുള്ള ഒന്നും കിട്ടില്ല. ചിക്കൻ റോളോ പപ്സോ പരിപ്പുവട ഉഴുന്നുവട അങ്ങനത്തെ ഒന്നും. പരിപ്പുവട ഉഴുന്നുവടയൊക്കെ നമ്മുടെ നാട്ടിലെ ഫുഡാണ്, ഇവിടെ കിട്ടൂല എന്നുള്ളത് കറക്റ്റാണ്. പക്ഷേ സ്പൈസി ആയിട്ടുള്ള ഒന്നും കിട്ടൂല. എല്ലാത്തിനും ഒരു മധുരമയമാണ്. ഇപ്പോൾ ഇതിനകത്ത് ചിക്കനുള്ള, പക്ഷേ ഇതുപോലും ഒരു ചെറിയ മധുരമായിരിക്കും. പക്ഷേ ഈ ഷോപ്പിലോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ നല്ല സ്മെല്ലാണ്. ഇപ്പോഴും ഇതിനകത്തിരിക്കുമ്പോൾ നല്ല ബട്ടറിൻ്റെ ഒക്കെ നല്ല സ്മെല്ലാണ്. അപ്പം നമുക്കിങ്ങനെ എന്തെങ്കിലും മേടിച്ചിവിടുന്ന് കഴിക്കാൻ തോന്നും. അപ്പം ഞങ്ങൾ പതുക്കെ ആസ്വദിച്ച് ഈ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നിടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.